നമ്മൾ മൊബൈലിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ജിമെയിൽ, ഗൂഗിൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാട്ടെ, പക്ഷേ നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഒരുപാടുണ്ടാവും. ഇതിൽ തന്നെ എത്രയുണ്ട്? കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഹോം സ്ക്രീനിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കും. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഹോം സ്ക്രീനിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പോൾ അധിക സമയത്തും ഫോണ് കുട്ടികളെ കയ്യിലാണ്. ഈ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, ഓല് ചോദിക്കുന്ന നേരം കൊടുക്കാണ്ടെന്നുണ്ടാ. പക്ഷേ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് ഓലിങ്ങനെ എടുത്ത് റിമൂവ് ചെയ്ത് കളി. അപ്പോൾ നോക്കി നടന്നാൽ കാണുകയില്ല. അത് മാത്രമല്ല, ചിലപ്പം അൺഇൻസ്റ്റാളും ചെയ്ത് കളി. അത് മാത്രമല്ല, ഈ ആപ്ലിക്കേഷൻസൊക്കെ നമ്മളിപ്പോൾ ഒരു ഓർഡർ ക്രമത്തിൽ വെച്ചത് ഓലെടുത്ത് മാറ്റി മറിച്ച് ആടെയും ഓടെയും കലപ്പിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സംഭവം ഫോണിൽ തന്നെ ഉണ്ട്. എന്താ ചെയ്യേണ്ടിയേ? അതിന് കാര്യമായിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, സിമ്പിൾ പരിപാടിയാണ്. ഹോം സ്ക്രീനിൽ ഒഴിവുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒപ്പം സെറ്റിങ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ചില ഫോണിൽ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. മോരും തരുന്നല്ലേ, മോർ ഇതിൽ സെറ്റിങ്സ് എന്നുള്ളത്. ഈ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ മേലെയോ തായോ എവിടെയെങ്കിലും ഓരോ ഫോണിൽ ഓരോ ലൊക്കേഷനിലാണ് ഉണ്ടാകുക. ഈ ഫോണിൽ ഇവിടെ എങ്ങനെയാണ് ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതൊന്ന് ഓണാക്കിയിട്ടേക്കുക. അതൊന്ന് ഓണാക്കിയിട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി ബേക്ക് വന്നോ. ഇനിയിപ്പോൾ കുട്ടികളുടെ അടുത്തോ ആരെടുത്തുവാണെങ്കിൽ ഫോൺ കൊടുത്താലേ ഇല്ല, ഈ ഓരോ ആപ്ലിക്കേഷൻസും ഇവിടുന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല, അതുപോലെ റിമൂവ് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വെച്ച് കേടിയാന്നോ വെച്ചെടുത്തിട്ടുണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കാനൊന്നും അറിയില്ല. സംഭവം അങ്ങനെ ഇത് നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാത്തൊരു വേറെ ഉണ്ടാവും, ഒലിക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ബൂസ്റ്റ്, ഒരു ലൈക്ക് നമ്മൾ പ്രത്യേകം പറയണ്ടല്ലോ, അങ്ങോട്ട് തരുമെന്ന് നമുക്കറിയാം. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.